ഹേ എവരിവൺ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണം ഇന്നലെ ഇനി അപ്പം ഇന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ചെക്കൻ്റെ വീട് വരുന്നത് കൊയിലാണ്ടിയാണ്. അപ്പം അവിടേക്ക് ഞങ്ങൾ ബസ്സിൽ എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്. അടിപൊളി സെറ്റ് പാട്ടൊക്കെ ഇട്ടെങ്ങാണ്ട് നല്ല ഡാൻസിലൊക്കെ എല്ലാവരും നല്ല ഓണായിക്കാണ് കേട്ടോ. ഇന്നും ഉറങ്ങായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എണീച്ചിങ്ങാണ്ട് ഡാൻസ് കളിക്കാനൊന്നും കഴിഞ്ഞില്ല. ഓലാണെങ്കിൽ എല്ലാവരും ഫുൾ ഓണിലായിട്ട് നല്ല ഡാൻസിലൊക്കെ ആണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് ഉള്ളോട്ടേക്കാണ് വീട്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും ഇന്നും മുന്നിൽ നടന്ന് ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിൽ വരുന്നൊക്കെയാണ് എൻ്റെ മൂത്താപ്പൻ്റെ മക്കളാണ് കേട്ടോ. അവരെല്ലാവരും ഉണ്ടേനി കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാർ മുന്നിലും പോയിണ്ടേനി കേട്ടോ. അങ്ങനെ ഇതാ പുതിയാപ്പളിൻ്റെ വീട്ടിലെത്തിയിട്ട് കേട്ടോ. പുതിയാപ്പളിൻ്റെ വീട് എന്ന് പറയുകയാണെങ്കിൽ കടൽ ഇതാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പുതിയാപ്പളിൻ്റെ വീട് വരുന്നത്. അടിപൊളി ക്ലൈമറ്റും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് സ്ഥലമാണ് കേട്ടോ. അവിടെ നേരത്തെ കണ്ട ആ വൈറ്റ് ഷാള് റോൾ ചെയ്തതാണ് കേട്ടോ പുതിയണ്ണി. ഓൾക്ക് ഇന്ന് നൈറ്റാന്ന് തോന്നുന്നുണ്ട് അവിടെ മൊത്തത്തിലുള്ള പരിപാടി വരുന്നത്. നമ്മൾ രാവിലെ വന്ന് നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ വന്ന് പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ കണ്ടില്ലേ, ഇത് വീട് ഇപ്പുറത്ത് കടൽ നല്ല സ്ഥലം കഴിഞ്ഞിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ കിട്ടി. അങ്ങനെ പിന്നെ ഇതാ ഇന്നൂനാണെങ്കിൽ റോഡ് കണ്ടാൽ പിന്നെ ഓൾക്ക് മണ്ടി പഞ്ഞി നടക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഓള് ബാക്കിൽ മണ്ടല്ലേ ഇനി എനിക്കുള്ള പണി. അങ്ങനെ ഇതാ പന്തലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കാണാൻ പോയിനി. അപ്പോൾ ഇതാ ഇത് കടലിലേക്ക് നേരെ കാണുന്ന ഒരു വ്യൂ ആയിട്ടിങ്ങാണ്ട് അങ്ങനെ ഒരു പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ റൂമൊക്കെ കണ്ട് കഴിഞ്ഞ് ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ ചെക്കൻ്റെ റൂം. അങ്ങനെ റൂമൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഞാൻ കഴിച്ചത് മന്തിയും അൽഫാമും അതേനിട്ടോ. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ മീൻ ബിരിയാണി അങ്ങനെ പലതരം ഫുഡ് ഉണ്ടായിനി. ഞാൻ പിന്നെ അത് കഴിച്ച് പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടായിനി. അതൊക്കെ കഴിച്ചിട്ടൊക്കെ നല്ല മാഷാ അല്ലാ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ഇനി. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഏകദേശം അത്യാവശ്യം കുറച്ച് നേരം അവിടെ നിന്നിട്ടും ഉണ്ടായിനിട്ട്. ഞങ്ങൾ കടലിലെ വ്യൂവും ഇതൊക്കെ കണ്ട് നല്ല ഇതിൽ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. ഇനി പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് നാട്ടിലേക്ക് പോകാൻ. അങ്ങനെ പിന്നെ തിരിച്ച് പോരുമ്പോഴും എല്ലാവരും നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല ഓണേനിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ദൂരം ഉണ്ടേനി പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പിന്നെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിങ്ങാണ്ട് ടൈം പോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി കല്യാണം കഴിഞ്ഞിട്ടോ അത്. ഇന്നുവാണെങ്കിൽ പാട്ടൊക്കെ കേട്ടിങ്ങാണ്ട് ഫുള്ള് ഡാൻസ് ഓലൊക്കെ കളിക്കണ കണ്ടിങ്ങാണ്ട് ഓളും കളിക്കാൻ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മളെ മാരേജ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.